ഹലോ. ആ, എവിടെ സ്ഥലം അത്? ധർമ്മടം തുരുത്തോ? ഓ അത് ശരി, ഞാനിപ്പോൾ എത്താം. ഓക്കെ. വേവാടാ. ആടാ ഇതാ വരുന്നേ. വേ നടക്കടാ, നമുക്ക് ഈ ട്രിപ്പ് പൊളിക്കണം കേട്ടോ. അരുണവിടെ? അവൻ തപ്പത്തു. കൊള്ളാലോടാ, കറക്റ്റ് ടൈമിന് തന്നെ എത്തിയല്ലേ. ഫുഡൊക്കെ എടുത്തുണ്ടോടാ? കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്. അവിടെ എത്ര ടൈമാവും എത്താൻ? ഒരു 10 മിനിറ്റ് ഒക്കെ ആവായിരിക്കും. ഏകദേശം. ആ കാണുന്ന അതന്നെ. വെള്ളം കരുതുണ്ടോ? നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ ഇറങ്ങാട്ടോ. അല്ലാണ്ട് പിന്നെ നമ്മളവിടെ സ്ഥിരതാമസത്തിന് പോവാ. അതല്ലേ വഴി. എന്നാ വാ. ഒന്ന് പിടിക്കേ. ഒന്ന് പിടിക്കടാ. പതുക്കെ പോണേ, സ്ലിപ്പാവേ. ദൈവമേ, ഒന്ന് പിടിക്കടാ. നല്ല തണുപ്പുണ്ടല്ലോ. എന്താ സുഖം. എന്ത് സുഖം. എന്താടാ? എന്താ മൊത്ത്? നീ നടങ്ങ്, ഞാൻ തുടച്ചു തരാം. പതുക്കെ തുടക്കി. ഞാൻ പോയിക്കോളാം. ഞാൻ ഒറ്റയ്ക്ക് പോയി കഴുകി വാടാ. എടാ ഞാൻ പിടിക്കാം. കാണാൻ വയ്യ. ഇവനെന്ത് കളിയായി കളിക്കുന്നേ? എടാ നീ വരുന്നില്ലേ? എടാ ഞങ്ങള് നടക്കണേ. നിക്കടാ, ഞാനും വരുന്നേ. വാ, ഇത് പൊളിക്കും. അടിപൊളി സ്ഥലാണല്ലടാ. എടാ ഫോൺ നോക്കട്ടെ. ഒരു പന്തികേട് പോലെ. നമുക്ക് തിരിച്ചു പോവാടാ. ഒന്ന് പോടാ. തിരിച്ചു പോകാനാണോ ഇത്ര കഷ്ടപ്പെട്ടു വന്നത്? എടാ ഇപ്പൊ പോവാൻ പറ്റില്ലടാ, വേലേറ്റാണ്. വൈകുന്നേരം പോവാൻ പറ്റൂ. നമ്മൾ ഈ കാട്ടിൽ നിന്നാ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടും. പിന്നെ നീ വലിയ ജ്യോതിശാസ്ത്രം പഠിച്ചല്ലേ. ഒന്ന് പോടാ. നിക്കൊരു മിനിറ്റ്. എന്താടാ? ആരോ വന്ന് മറിയുന്ന പോലെ. ആര്? എന്റെ ഉമ്മ. നിക്കടാ. എടാ പതുക്കോട. എടാ എടാ അവനെവിടെ? സൽമാനെ, അവനെ ഓടറാ. തൊട്ട് മുന്നിലുണ്ടായിരുന്നല്ലേ. സൽമാനെ. എടാ സൽമാൻ കളി കളിക്കുന്നു. സൽമാനെ, ഒരു കാര്യം ചെയ്യ്. നീ ആ വഴി വെക്കോ, ഞാൻ ഈ വഴി. അത് വേണോ? അയ്യോ, നമുക്ക് ഒരുമിച്ച് പോയാ പോരെ? അവനേക്കാൾ കഷ്ടമുള്ളടാ നിന്റെ കാര്യം. പോടാ. സൽമാൻ, സൽമാനെ.
സൽമാൻ സൽമാനെ സൽമാൻ ഒഴുകും പുഴയോരം തഴുകും മഴമേഘം അറിയാതിതിലേ മുകിലിൻ നഗലേ മുകിലിൻ നഗലേ മുകിലിൻ നഗലേ സൽമാനെ 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 ഡാ സൽമാനെ എടാ സൽമാനെ സൽമാനെ എടാ സൽമാനെ എന്ത് പറ്റിയടാ നിനക്ക് നീ അരുണിനെ അവിടെ കണ്ടോ? ഒരു വൃദ്ധൻ അവിടെ ഡാ നമ്മുടെ അരുൺ അവിടെ അവിടെ എന്തോ ഒരു രൂപം. അത് നിനക്ക് തോന്നിയതായിരിക്കും വാ വാ എഴുന്നേൽക്ക്, പോ, പോ. നമുക്ക് അവനെ അന്വേഷിക്കാം
വേഗം മാറും. വാ. എടാ എടാ അത് നോക്കണ, ആ രൂപം, അതേ രൂപം. എടാ വിടറാ. എടാ അങ്ങോട്ട് പോകണ്ടടാ. എടാ വാടാ. എടാ നീ ഒന്ന് വിടറാ. എടാ പ്ലീസ് പോലടാ. എടാ അതേത് മന്ത്രവാദി അന്ന് തോന്നടാ. എടാ വാ. അയ്യോ. എടാ എടാ സൽമാൻ, ഇവനെന്താ ഇടയ്ക്ക് ബോധമില്ലാതായി പോകുന്നത്? കണ്ണ് താനെന്തോടെ പറഞ്ഞത്? ഓൻ്റെ ഒരു ഒലക്കന മന്ത്രവാദി. അമ്മേ. അരുണേ, അരുണേ, അരുൺ എഴുന്നേക്കടാ. നീ എങ്ങനെ ഇവിടെ എത്തിയേ? അയാൾ നിന്നെ ഉപദ്രവിച്ചോ? എഴുന്നേക്ക്. അടിക്കരുത്. ആരാ നീ? എന്തിനോടെ വന്നത്? എന്തിനാ അവരെ കെട്ടിയിട്ട്? ഞാൻ ഗോവയിലായിരുന്നു. അവിടുത്തെ ഒരു ഗാങ് ലീഡറായിരുന്നു ഞാൻ. ആരെയും പേടിക്കാനില്ല. കഞ്ചാവ്, മറ്റു ലഹരി വസ്തുക്കൾ ഞാൻ അവിടെ വിൽക്കുമായിരുന്നു. സ്കൂൾ കോളേജ് കുട്ടികളായിരുന്നു ലക്ഷ്യം. മിഠായിലും സിഗരറ്റിലും മയക്കുമരുന്ന് കലർത്തി ഞാൻ കുറെ കാശുണ്ടാക്കി. പിന്നീട് അവർ ഒരു തുള്ളി ലഹരിക്ക് വേണ്ടി എന്നോട് കെഞ്ചും, എന്റെ കാലു പിടിക്കും. ഞാൻ ആവശ്യപ്പെടുന്ന പണം എന്റെ കാൽ ചുവട്ടിൽ കൊണ്ടു തന്നു. ലക്ഷങ്ങൾ സമ്പാദിച്ചു. എന്താടാ നായിന്റെ മോനെ, ഇന്ന് കച്ചവടമൊന്നുമില്ലേ? 140 കുട്ടിക്ക് കൊടുത്തു സാറേ. എനിക്ക് പണം വേണം. എന്താടാ? രണ്ട് ഫോണും ഉണ്ട് സാറേ. താടാ. ഒരു ദിവസം ഞാൻ ജയിലിൽ കിടന്നു. ജാമ്യത്തിലിറങ്ങി. കേസ് വക്കീല് നോക്കി. കേസും കോടതിയും ഒരു വിലയില്ലാതായി മാറി. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് ബോധ്യം വന്നു. ബിസിനസ് വളർന്നു. പോലീസുകാർ കഷ്ടപ്പെട്ട് എന്നെ പിടിക്കും. ഞാൻ പുഷ്പം പോലെ ഇറങ്ങും. പിന്നെങ്ങനെയാ ഈ മുഖം വികൃതമായത്? അന്നൊരു ദിവസം രണ്ടുപേർ എന്നോട് പൊതി ചോദിച്ചു. എന്താടാ, എന്തിനാ ഇവിടെ വന്നേ? ഒരു പൊതി പ്ലീസ് സാർ, പ്ലീസ് സാർ. എനിക്ക് പണം വേണം. ഞങ്ങളൊരുപാട് പൈസ തന്നില്ലേ? എന്റെ വണ്ടി, എന്റെ മൊബൈൽ, അങ്ങനെ പലതും ഞാൻ നിനക്ക് തന്നു. ഞങ്ങളെ വെച്ച് ഒരുപാട് നീ സമ്പാദിച്ചു. ഞങ്ങളെ ജീവിതം നശിപ്പിച്ചില്ലേ നീ? കള്ള നായിന്റെ മോനെ, ഇനി ഈ വിധി ആർക്കും വരരുത്. ഒഴിക്കടാ ആ കള്ള പന്നീനെ മൊത്തം. എത്രയോ രാത്രികൾ കടന്നുപോയി. ഞാൻ ചെയ്തു കൂട്ടിയ പാപത്തിന് ദൈവം എന്നെ ശിക്ഷിച്ചു. ഭക്ഷണവും വെള്ളവും കിട്ടാതെ ഇവിടെ കിടന്നു. തെറ്റു ചെയ്തവരെ ചുരുക്കം പേരെയാണ് കോടതി ശിക്ഷിക്കുന്നത്. എന്നെ പോലത്തെ ആൾക്കാരെ വളർത്തുന്നത് ജാമ്യം അനുവദിക്കുമ്പോഴാ. മക്കളെ, നിങ്ങൾ എന്തു വന്നാലും അപരിചിതരിൽ നിന്നോ പുതുതായി ഫ്രണ്ട്ഷിപ്പ് കൂടുന്നവരിൽ നിന്നോ വല്ലതും വാങ്ങിച്ചു കഴിക്കുമ്പോ അവരുടെ ഐഡന്റിറ്റി പൂർണ്ണമായി അറിഞ്ഞിരിക്കണം. മയക്കുമരുന്നുകളും മറ്റു ലഹരി വസ്തുക്കളും നാട്ടിൽ ഒഴുകുകയാ. അതിൽ വീഴാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നാളെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ.